ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇംഗ്ലീഷ് വൊക്കാബുലറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ അത് കാണുക, കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ആണ്. 2018 മുതൽ 2024 വരെ PSC ചോദിച്ച കംപ്ലീറ്റ് സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുട്ടികളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് വൊക്കാബുലറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ക്ലാസ് 2 കംപ്ലീറ്റ് സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മീനിങ് ഓഫ് ഡെസീറ്റ്ഫുൾ. ഡെസീറ്റ്ഫുൾ എന്ന് പറയുന്ന ഈ വേർഡിൻ്റെ മീനിങ് അല്ലാത്ത വേർഡ് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡെസീറ്റ്ഫുള്ളിൻ്റെ വേർഡ് മീനിങ് അറിയണ്ടേ? ഡെസീറ്റ്ഫുൾ മീൻസ് കപടം, കപടം, കപടം. ഓക്കെ, അല്ലെങ്കിൽ പറ്റിക്കുക. ഇപ്പോൾ ഒരാളെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ വേർഡ് മീനിങ് ആണ് പറ്റിക്കുക. ഓക്കെ, അതാണ് ഡെസീറ്റ്ഫുള്ളിൻ്റെ വേർഡ് മീനിങ്. ഓക്കെ, ഇനി നോക്കിക്കേ. ക്രാഫ്റ്റി എന്ന് വെച്ചാൽ എന്താ? ക്രാഫ്റ്റി മീൻസ് ചതിയനായ, ചതിയനായ, അതാണ് ക്രാഫ്റ്റി. ഡിസൈനിങ് എന്ന് പറയുന്നത് എന്താ? സൂത്രപ്പണി. സൂത്രപ്പണി നേരായ വഴിയല്ലല്ലോ. അപ്പോൾ അതും എന്താണ്? ഡെസീറ്റ്ഫുള്ളിൻ്റെ സിനോണിമായിട്ട് വരും. ഷിഫ്റ്റി എന്ന് വെച്ചാലും സെയിം മീനിങ് ആണ്, ചതി എന്നാണ് കേട്ടോ. കോപ്പിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം എന്നൊരു വേർഡ് മീനിങ് ആണ്. അപ്പോൾ ഡെസീറ്റ്ഫുള്ളിൻ്റെ വേർഡ് മീനിങ്ങിന് സിമിലർ അല്ലാത്തൊരു വേർഡാണ് കോപ്പിയസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഒരു ബുക്കും പെന്നും എടുത്തിട്ട് വേണം നിങ്ങൾ ക്ലാസ് കാണാനായിട്ട്. വെറുതെ കണ്ടുപോകരുത് കുട്ടികളെ. നിങ്ങൾ വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ബുക്കും പെന്നും എടുത്തിട്ട് നോട്ട്സ് എഴുതി പോവുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് എന്ന് പറയുന്നത് ഹേറ്റഡ് ആണ് കേട്ടോ. ഹേറ്റഡ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിനോണിം ഓഫ് ദ വേർഡ് ബിട്രേ. ബിട്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബിട്രേ മീൻസ് വഞ്ചിക്കുക, 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 ഒറ്റിക്കൊടുക്കുക, ഒറ്റിക്കൊടുക്കുക. യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തില്ലേ? ആ കഥയൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ വേർഡ് മീനിങ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ഒറ്റിക്കൊടുക്കുക, ഒറ്റിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിനോണിമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഓരോ വേർഡ്സിൻ്റെ വേർഡ് മീനിങ് നമുക്ക് നോക്കാം. സീസ് മീൻസ് എന്താ? തടയുക, സ്റ്റോപ്പ് എന്ന് പറയുന്ന മീനിങ് ആണ്. റെക്ടിഫൈ എന്ന് വെച്ചാൽ എന്താ? പരിഹരിക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക എന്നതാണ് റെക്ടിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിറ്റ് മീൻസ് എന്താ? അനുവദിക്കുക, അനുവദിക്കുക, അനുവദിക്കുക. ഡിസീവ് എന്ന് വെച്ചാൽ എന്താ? ചതിക്കുക. അപ്പോൾ കിട്ടിയ ആൻസർ കിട്ടിയ ഏതാണ്? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ദിവസം നോക്കിക്കേ. ആന്റണിം ഓഫ് യുത്തനേഷ്യ. യുത്തനേഷ്യയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാവും. യുത്തനേഷ്യയുടെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞേ. വെരി ഗുഡ്, ദയാവധം, ദയാവധം, ദയാവധം. ഓക്കെ, ഇനി ഓരോ വേർഡ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്തനേഷ്യ. ഡിസ്തനേഷ്യ മീൻസ് സ്ലോ ആൻഡ് പെയിൻഫുൾ ഡെത്ത് എന്നാണ് ഇതിൻ്റെ മീനിങ്. സ്ലോ ആൻഡ് പെയിൻഫുൾ ഡെത്ത്, വളരെ വേദനാജനകമായ മരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി. ദയാവധം എന്ന് പറയുമ്പോഴത്തേക്ക് പെയിൻലെസ് ആയിട്ട് കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ അതെ, പെയിൻലെസ് ആയിട്ട് വധിക്കുന്നതാണ്. ഡിസ്തനേഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ ആയിട്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്താണ് ഡിസ്തനേഷ്യ. സോ ദ ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹിയാറ്റസിൻ്റെ വേർഡ് മീനിങ് അറിയാവോ? ഹിയാറ്റസിൻ്റെ വേർഡ് മീനിങ്, ഹിയാറ്റസ് മീൻസ് വിള്ളൽ എന്നാണ് കേട്ടോ, വിള്ളൽ. ആൻറ്റണോമേസിയ മീൻസ് ടൈറ്റിൽ, ഏതെങ്കിലും ഒരു നെയിമിൻ്റെ ടൈറ്റിൽ. ടൈറ്റിൽ ഫോർ എ പ്രോപ്പർ നെയിം, പ്രോപ്പർ നെയിം. ഫിദനേഷ്യയുടെ വേർഡ് മീനിങ് എനിക്ക് കിട്ടിയിട്ടില്ല.
നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, ടീച്ചറിനോട് അറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷീ ട്രാവൽഡ് ദ വേൾഡ് ഇൻ പെർസ്യൂട്ട് ഓഫ് ഹെർ ഡ്രീംസ്. ഷീ ട്രാവൽഡ് ദ വേൾഡ് ഇൻ പെർസ്യൂട്ട് ഓഫ് ഹെർ ഡ്രീംസ് എന്ന് വെച്ചാൽ എന്താ? അവളുടെ സ്വപ്നങ്ങൾ തേടി അവൾ ലോകം ചുറ്റി. അവളുടെ സ്വപ്നങ്ങൾ തേടി അവൾ ലോകം ചുറ്റി. അപ്പോൾ പെർസ്യൂട്ട് മീൻസ് എന്താണ്? പെർസ്യൂട്ട് മീൻസ് തേടുക, തേടുക, തേടൽ, തേടൽ എന്നാണ്. തേടൽ, പിന്നെ ശ്രമം എന്നൊക്കെയുണ്ട് അർത്ഥം. ശ്രമം, ഉദ്യമം, ഇതൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ്. ക്വസ്റ്റ്യൻ എന്താ? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ചോയ്സസ് ബിലോ വിച്ച് വുഡ് ബി ദ സിനോണിം, വിച്ച് വുഡ് ബി എ സിനോണിം ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഈ പെർസ്യൂട്ടിൻ്റെ സിനോണിം ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സ്ലീപ്പ്, സ്ലീപ്പ് വരുമോ? വരത്തില്ല അല്ലേ? ക്വസ്റ്റ് മീൻസ് തേടൽ എന്നാണ് കേട്ടോ, തേടൽ. മറ്റൊരു വേർഡ് അന്വേഷണം, അന്വേഷണം. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടേ. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. ഇനി പെരുസൽ മീൻസ് എന്താ? പെരുസൽ മീൻസ് എക്സാമിനിങ് സംതിങ്. എന്തെങ്കിലും എക്സാമിൻ ചെയ്യത്തില്ല, അതാണ് പെരുസൽ. എക്സാമിനിങ് സംതിങ്. ഈ വേർഡിൻ്റെ മീനിങ് കൂടെ എഴുതി വെച്ചോണേ. എയിം എന്ന് വെച്ചാൽ എന്താ? ലക്ഷ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഓക്കെ ഫൈൻ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ സമ്മർ സൺ വാസ് അറ്റ് ഇറ്റ്സ് സെനിത്ത് ഇൻ എ ക്ലൗഡ്ലെസ് സ്കൈ. സെനിത്ത് എന്നാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ്. വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ഈസ് നോട്ട് എ സിനണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ സിനണിം അല്ലാത്ത വേർഡാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എപ്പെക്സ് എന്ന് വെച്ചാൽ എന്താ? അതിന് മുന്നേ സെനത്തിൻ്റെ വേർഡ് വേണ്ടേ? സെനിത്ത് മീൻസ് ഉച്ചം എന്നാണ്. മുകൾ ഭാഗം, ഏറ്റവും മുകൾ ഭാഗം, ഉച്ചം അല്ലെങ്കിൽ മുകൾ ഭാഗം, മുകൾ ഭാഗം. ദാറ്റ് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് സെനിത്ത്. അടുത്ത് എപ്പെക്സ്. എപ്പെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചസ്ഥാനം. അതും ഏറ്റവും മുകളിലത്തെ സ്ഥാനമാണ് കേട്ടോ, ഉച്ചസ്ഥാനം. പീക്ക് എന്ന് വെച്ചാൽ അതും സെയിം തന്നെ, ഏറ്റവും. പീക്ക് മീൻസ് കൊടുമുടി, ഏറ്റവും ഉയർന്ന സ്ഥാനം. ഇനി സബ്മിറ്റ് എന്ന് വെച്ചാൽ ഉച്ചം, കൊടുമുടി എന്നൊക്കെ അർത്ഥമുണ്ട്. കൊടുമുടി, ഉച്ചം. ഉച്ചം മീൻസ് ഏറ്റവും മുകളിൽ. ഹിൽ ടോപ്പ് എന്ന് വെച്ചാൽ കുന്നിൻ മുകൾ എന്നാണ് അർത്ഥം കേട്ടോ. കുന്നിൻ മുകൾ, അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, കുന്നിൻ മുകൾ. അപ്പോൾ ഇവിടെ ഈ ഒരു സെനത്തിൻ്റെ സിനോണിമായിട്ട് വരാൻ സാധ്യതയില്ലാത്ത വേർഡ് ഹിൽ ടോപ്പ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പി എസ് സിയുടെ ആൻസറും ഓപ്ഷൻ ഡി തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ആൻറ്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ ആൻറ്റണിം എടുത്ത് ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. So he took medicine to alleviate the pain, but it only served to dash the pain. Alleviate എന്ന് വെച്ചാൽ എന്താ? alleviate എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘൂകരിക്കുക, കേട്ടോ, ലഘൂകരിക്കുക. alleviate മീൻസ് ലഘൂകരിക്കുക. പെയിൻ അലിവിയേറ്റ് ചെയ്യാന്ന് മീൻസ് പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ലഘൂകരിക്കുക. ഇനി ഇതിൻ്റെ ആനോണിം നമുക്ക് നോക്കാം. അസ്വാജ് മീൻസ് എന്താ? ശമിപ്പിക്കുക, സാന്ത്വനപ്പെടുത്തുക, അതൊക്കെയാണ് എൻ്റെ വേർഡ് മീനിങ്. ദെൻ അഡംബ്രേറ്റ് മീൻസ് മറയ്ക്കുക. അബേറ്റ് മീൻസ് കുറയുക. ഇതെല്ലാം അലിവിയേറ്റിൻ്റെ സിനോണിംസ് ആണ്. അഗ്രവേറ്റ് എന്താ? അഗ്രവേറ്റ് എന്ന് വെച്ചാൽ അഗ്രവേറ്റ് മീൻസ് വഷളാവുക, കൂടുക. ഇവിടെ അയാൾ എന്ത് ചെയ്തു? മെഡിസിൻ എടുത്ത് കഴിച്ചു. എന്തിനാ? പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് പറ്റി? but it only served to aggravate the pain. പെയിൻ കൂടുകയാണ് ചെയ്തത്. ഓക്കെ, സോ അഗ്രവേറ്റ് മീൻസ് കൂടുക. ഓക്കെ, കൂടുക. ലഘൂകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്
ഇത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, വഷളാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേർഡ് മീനിങ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ദ വേർഡ് ഇന്റർപ്രിറ്റ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇന്റർപ്രിറ്റ് എന്ന് പറയുന്ന ഈ വേർഡിന്റെ സിനോണിമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇന്റർപ്രിറ്റ് മീൻസ് എന്താണ്? നിർഭയനായ, തീരെ പേടിയില്ലാത്ത ആൾക്കാർ, ധീരന്മാരില്ലേ, അതാണ് നിർഭയനായ. അതാണ് ഇന്റർപ്രിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം ഇതിന്റെ സിനോണിം ഏതാ വരുന്നത്. പ്ലെന്റിഫുൾ മീൻസ് എന്താണ്? സമൃദ്ധിയായ. പ്ലെന്റിഫുൾ മീൻസ് സമൃദ്ധിയായ. ലൈവ്ലി എന്ന് വെച്ചാൽ എന്താ? സജീവമായ. ലൈവ്ലി മീൻസ് സജീവമായ. അപ്പം അതൊന്നുമല്ല. ബ്രേവ്, ഇതേടപ്പുണ്ട്. ബ്രേവ് മീൻസ് ധീരത. വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ നിർഭയം. അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ സി. ഇതിൻ്റെ വേർഡ് മീനിങ് ഇവിടെ ഒന്ന് പറഞ്ഞേ. അൺഫെയർ മീൻസ് ന്യായരഹിതമായ. ന്യായമല്ലാത്തത് കേട്ടോ. രഹിതമായത്, ന്യായമല്ലാത്തത്. സോ ഇവിടുത്തെ ആൻസർ ഏതാ? ഇന്റർപ്രിറ്റിന്റെ സിനോണിം ഏതാണ്? ബ്രേവ് ആണ്, ധീരത, നിർഭയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ ഫോളോയിങ് വേർഡ്. ഈ തന്നിരിക്കുന്ന വേർഡിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്ട്രാവഗന്റ് മീൻസ് എന്താണ്? അതിരു കവിഞ്ഞ. ഇതാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഒത്തിരി, ധാരാളിയായ എന്നൊക്കെ പറയത്തില്ല, ആ സംഭവം തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ സിനോണിമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വേർഡിൻ്റെ മീനിങ് നോക്കാം, അന്നേരം നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. വെൽത്തി അറിയാമല്ലോ. വെൽത്തി മീൻസ് ധനികമായ. ഓക്കെ, വെൽത്തി. ദെൻ ഫ്രിഗൽ മീൻസ് എന്താണ്? മിതവ്യയം എന്ന് വെച്ചാൽ മിതവ്യയം മീൻസ് ചെലവ് ചുരുക്കൽ, അത്യാവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്നത് കേട്ടോ. ചെലവ് ചുരുക്കൽ ഇതാണ് ഫ്രിഗൽ എന്ന് പറയുന്നത്. ലാവിഷ്, ഇത് കിടപ്പുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ധാരാളിയായ അല്ലെങ്കിൽ അമിതമായ. ത്രിഫ്റ്റി എന്താ? ത്രിഫ്റ്റി മീൻസ് അതും ഫ്രിഗലിൻ്റെ മീനിങ് തന്നെയാണ്, മിതവ്യയം. PSC ഇതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ത്രിഫ്റ്റി മീൻസ് മിതവ്യയം. ഓക്കെ, സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി, ലാവിഷ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ഈസ് എ സിനോണിം ഫോർ ദ വേർഡ് ഒറിജിനൽ. ഒറിജിനൽ എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒറിജിനൽ മീൻസ് എന്താണ്? മൗലികമായ അല്ലെങ്കിൽ ഒന്നാമത്തെ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, അവിറ്റ് മീൻസ് ആർത്തി. അവിറ്റ് മീൻസ് ആർത്തിയുള്ള. ദെൻ എക്സലറേറ്റിംഗ് മീൻസ് ആരോഗ്യപ്രദമായ. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് എന്താ? ഡിസ്റ്റിങ്ക്റ്റ് മീൻസ് സ്പഷ്ടമായ. ഇൻജീനിയസ് മീൻസ് സാമർഥ്യമുള്ളത്. വിദഗ്ധമായ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ഈസ് ആൻ ആന്റണിം ഫോർ ദ ഗിവൺ വേർഡ് എക്സൈറ്റിംഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സൈറ്റിംഗ് മീൻസ് നമുക്ക് ആവേശമുണർത്തുക. അതാണ് എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ. ഇതാണ് ആവേശമുണർത്തുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചേക്കുന്നത്. ഡ്രയറി മീൻസ് വിരസമായ. അപ്പം തന്നെ കിട്ടിയ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ള വേർഡ്സിൻ്റെ മീനിങ് കൂടെ പറഞ്ഞേ. പാഷനേറ്റ് എന്ന് വെച്ചാൽ എളുപ്പം. പാഷനേറ്റ് മീൻസ് എളുപ്പം ശോഭിക്കുന്ന.
ഇൻവേരിയബിൾ മീൻസ് മാറ്റമില്ലാത്ത. ഇതാണ് മാറ്റമില്ലാത്ത. ആൻറ്റിസിപ്പേറ്റിംഗ് മീൻസ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക മീൻസ് പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ? ഇവിടുത്തെ കേസിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് വോ ഫ്രം ദ ഗിവൺ ഫോളോയിങ് വേർഡ്സ്. ഓക്കെ, വോ എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ആണ് ചോദിച്ചേക്കുന്നത്. വോ മീൻസ് വാട്ട്? വോ മീൻസ് ആദി എന്നാണ് അർത്ഥം. ആദി, ക്ലേശം എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, ക്ലേശം. ഇതിൻ്റെ സിനോണിം നോക്കാം. ഡിസ്ട്രസ് മീൻസ് വിപത്ത്, വേദന. ഓക്കെ, കാൻഡിഡ് എന്ന് വെച്ചാൽ നിഷ്കളങ്കമായത്. ചൈൽഡിഷ് അറിയാമല്ലോ. ചൈൽഡിഷ് എന്ന് വെച്ചാൽ ബാലിശമായത്. ഇലൂഷൻ എന്താ? മിഥ്യ. അപ്പോൾ ആൻസർ ഏതായിരിക്കും ഇവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിസ്ട്രസ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആൻറ്റണിം ഓഫ് ദ വേർഡ് മാഡ്? മാഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റണിം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാഡ് മീൻസ് എന്താണ്? ഭ്രമം, ബുദ്ധിശൂന്യം എന്നൊക്കെ ഇതിന് വേർഡ് മീനിങ് ഉണ്ട്. ബുദ്ധിശൂന്യം. ഓക്കെ, ഭ്രമം, ബുദ്ധിശൂന്യം. ഓക്കെ, അപ്പോൾ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആൻറ്റണിം ഓഫ് ദ വേർഡ് മാഡ്? മാഡ് മീൻസ് ഭ്രമം, ബുദ്ധിശൂന്യം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിസെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡിസെൻഡ് മീൻസ് താണു പോകുക. എന്താണ്? താണു പോകുക. സെയിൻ മീൻസ് എന്താ? സെയിൻ എന്ന് വെച്ചാൽ എന്താ? വിവേകമുള്ള. വേറൊരു വേർഡ് മീനിങ് ഉണ്ട്, സ്വബോധമുള്ള. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. മാഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മീനിങ് ആണ് സെയിൻ എന്നുള്ളത്. ഓക്കെ, ഈ വേർഡിൻ്റെ മീനിങ് പറഞ്ഞ റിവീൽ മീൻസ് വെളിപ്പെടുത്തുക. എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുക എന്ന് പറയത്തില്ലേ, അതാണ് റിവീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിജിഡ് മീൻസ് കർക്കശമായ. റിജിഡ്, കർക്കശക്കാരൻ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ, കർക്കശമായ. ദാറ്റ് ഈസ് കാൾഡ് റിജിഡ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ ആൻസർ ഇതാണ്, സെയിൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് എക്സ്ട്രാവഗൻറ്റ്. എക്സ്ട്രാവഗൻറ്റിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്ട്രാവഗൻറ്റ് ഇത് നമ്മൾ ഓൾറെഡി നോക്കിയല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. സോ എക്സ്ട്രാവഗൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് അല്ല ചോദിച്ചേക്കുന്നത്, സിനോണിം ആണ് ചോദിച്ചേക്കുന്നത്. എക്സ്ട്രാവഗൻറ്റ് മീൻസ് എന്തായിരുന്നു? ധാരാളി അല്ലെങ്കിൽ അതിര് കവിഞ്ഞ. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അതിര് കവിഞ്ഞ. ഇതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് കിടപ്പുണ്ട്, ലാവിഷ് ആണ് കേട്ടോ. ബാക്കി വേർഡ്സിൻ്റെ മീനിങ് ഓൾറെഡി പറഞ്ഞു തന്നതാണ് ടീച്ചർ, നോക്കിയാൽ മതിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വേർഡ് ഈസ് സിമിലർ ഇൻ ദ മീനിങ് ഓഫ് ദ വേർഡ് അമച്വർ? അമച്വർ എന്ന് പറയുന്ന വേർഡിൻ്റെ സിമിലർ മീനിങ് ആണ്, സിമിലർ ആണ് ചോദിച്ചേക്കുന്നത്. സിമിലർ മീനിങ് ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് അൺസ്കിൽഡ് കേട്ടോ. അമച്വർ മീൻസ് അൺസ്കിൽഡ് എന്നാണ് അർത്ഥം. അധികം സ്കില്ലിൽ ആവശ്യമില്ലാതെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ്, ഇതിൻ്റെ ആൻറ്റണിമാണ് പ്രൊഫഷണൽ. ഓക്കെ, ഈ അമച്വർ ഇല്ലേ, അതിൻ്റെ ആൻറ്റണിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ. അതുപോലെ തന്നെ സിനോണിം വേർഡ് അല്ലെങ്കിൽ സിമിലർ മീനിങ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ആണ് കേട്ടോ. അടുത്ത്, വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ലേസി? ലേസി എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിനോണിം അല്ലാത്ത വേർഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ലേസി മീൻസ് എന്താ? നമുക്കറിയാം, മടി. അപ്പോൾ ഇൻഡോളൻ്റ് എന്താ? ഇൻഡോളൻ്റ് എന്ന് വെച്ചാൽ മടിയനായ. ഇൻസസെൻറ്റ് മീൻസ് നിരന്തരമായ. കിട്ടി, ആൻസർ കിട്ടി, നിരന്തരമായ. ഐഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സെയിം തന്നെ, മടിയനായ. സ്ലോത്ത്ഫുൾ എന്താണ്? അലസത. സ്ലോത്ത് അറിയാമല്ലോ, വളരെ ഇഴങ്ങി വളരെ പതിയെ സഞ്ചരിക്കുന്ന ഒരു മൃഗമാണ് സ്ലോത്ത്. അപ്പോൾ സ്ലോത്ത്ഫുൾ അലസത എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലേസിൻ്റെ വേർഡ് മീനിങ് വരാത്തൊരു വേർഡ് ഇതിനകത്തുള്ളൂ, അത് ഇൻസസെൻ്റ് ആണ്. ഇൻസസെൻ്റ് വേർഡ് മീനിങ് നിരന്തരമായ എന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PDF നോട്ട്സ് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ 3rd ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.